ഹലോ ഗൈസ്, ഹായ് ചേച്ചി. ഞാൻ എന്റെ നാട്ടുകൂട്ടത്തെ പരിചയപ്പെടുത്തട്ടെ. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഇവർ എത്തിയിരിക്കുന്നത്. ലെറ്റ്സ് മീറ്റ് ശ്രീ മുരുക കൈകൊട്ടിക്കളി ടീം. കൈകൊട്ടിക്കളി ടീമാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അവരുടെ എനർജി എന്നുള്ളത് ഭയങ്കര എനർജി ആയിരിക്കും. നമ്മൾ അതേപോലെ എനർജിയിൽ നിൽക്കണം. മലപ്പുറം റോക്സ്. ഓൾറൈറ്റ്, ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മലപ്പുറത്ത് നിന്ന് മറ്റൊരാളും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ശ്രീവത്സൻ മേനൻ. അല്ല, പക്ഷെ ഈ വ്യക്തിനെ ജനങ്ങളെല്ലാരും സ്പെഷ്യലി മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വ്യക്തി വെറും കൈയോടെയല്ല വന്നിരിക്കുന്നത്. ചേച്ചിക്ക് നൽകാൻ കുറച്ച് ഗിഫ്റ്റുകൾ, സ്നേഹ സമ്മാനങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ വ്യക്തി എവിടെയാണോ നല്ല ഭക്ഷണം കിട്ടുന്നത് അത് തേടിപ്പിടിച്ച്, അതായത് ഹണ്ട് ചെയ്ത് അവിടെ പോയി എനിക്ക് കിട്ടി ഫുഡ് ഇൻസ്പെക്ടർ. അതൊരു വീഡിയോ രൂപത്തിലായിരിക്കും തരുന്നത്. ഈ വീഡിയോ കണ്ടാൽ മാത്രം മതി എന്റെ ചേച്ചി, നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, കറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ലെറ്റ്സ് വെൽക്കം ഫുഡ് ഹണ്ടർ സാബു. അല്ല, ഈ ചേട്ടൻ നമ്മുടെ ക്യാമറാമാൻ അല്ലല്ലോ. അതെന്റെ കൂടെ വന്നതാണ്. നമ്മുടെ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഫ്ലോറിൽ വന്നിട്ട് ലൈവായിട്ട് വ്ളോഗ് ചെയ്യാൻ പോവാണ്. ദൈവമേ, അതായത് ഫുഡ് ഹണ്ടർ സാബുവിന്റെ വ്ളോഗിലാണോ ഞാനിപ്പോ അമൃത ടിവിയിൽ ഞാൻ ഷോ ചെയ്യുന്നു, അതേപോലെ തന്നെ ഫുഡ് ഹണ്ടർ സാബുവിന്റെ വ്ളോഗിൽ മഞ്ജു വാര്യറിന് ശേഷം ഞാൻ. ദൈവമേ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഇരുന്നപ്പോൾ ലൈവായിട്ട് നിങ്ങൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുവാണ്. അതെ, ലൈവായിട്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ, കൊള്ളാം. ശ്വേത ചേച്ചി, നമ്മുടെ ടീം എല്ലാരും ഉണ്ട്. ആൻഡ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു സോ മച്ച്. ഇത് ശ്വേത ചേച്ചിക്കുള്ള ഞാൻ വരാം, ഞാൻ അങ്ങോട്ട് വരാം. വിളിക്കേണ്ട ആവശ്യം പോലും വന്നില്ല. ചേച്ചി ഓടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആഹാരവും ചെക്കും കണ്ട ചേച്ചി പറന്നു വരും. Can we go for a sweet date? അതിന് വേണ്ടിട്ടല്ലത് കൊണ്ടുവന്നേ. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് ഒരു സ്വീറ്റ് ഡേറ്റ്. കയ്യിൽ നീട്ടിക്കണം കൂടെ. അതെ, ഞാൻ സ്വീറ്റ് ഡേറ്റിന് വേണ്ടി സഹായിക്കാം. അപ്പൊ ടേബിൾ ചെയറൊക്കെ വന്നതിന് ഞങ്ങൾക്ക് ഒരു ഇച്ചിരി സ്വസ്ഥത, സമാധാനം. എല്ലാം ഒരു ടേബിളും 2 ചെയറും പോരട്ടെ. ഇനി ഡേറ്റിന്റെ പറ്റി നിങ്ങളുടെ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എന്തൊക്കെയാണ് ഡിഷസ് എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. അത് ആദ്യം തന്നെ ചേച്ചിയുടെ ഫേവറേറ്റ് ആണ് ബട്ടർ ബൺ അല്ലേ? ചേച്ചിയുടെ മാത്രമൊന്നുമല്ല, ഇല്ല, എല്ലാവർക്കും ഉണ്ട്. പേടിക്കണ്ട, അവിടെ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ആരും ഇവിടെ പട്ടിണി എടുക്കേണ്ടി വരില്ല. അപ്പൊ ആദ്യം അതൊന്ന് കഴിച്ചു നോക്കും. നേരെ കൈ കൊണ്ട് എടുത്ത് കഴിക്കുക ചേച്ചി. ഈ ബട്ടർ ബണ്ണിന്റെ കഥ കേട്ടിരിക്കുന്നത് നമ്മുടെ ഷോയിലൂടെ തന്നെ ആയിരിക്കും അല്ലേ? അതെ, ഏറ്റവും കൂടുതൽ ചേച്ചിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങൾ പിടിക്കാൻ വിചാരിച്ചു. ചേച്ചിയുടെ ഫേവറേറ്റ് ആണ് ബട്ടർ ബൺ. എന്നെ വീട്ടിൽ കയറ്റൂലെന്നാ വന്നു. ഇത് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. ഇത് 3 സ്ഥലത്തു നിന്നുള്ള സാധനമുണ്ട്. എല്ലാം ഞാൻ തന്നെ പോയി വാങ്ങിച്ചതാ, സ്പെഷ്യൽ ഫോർ യു. അതറിയാം, വായിക്കോട്ട് വരും. ചേട്ടന് വേറെ ഉണ്ട്, പോകുമ്പോ തരാം. അടുത്ത മോഡുലേഷൻ മാറാൻ പോവാണേ. എനിക്ക് നാണം വരുന്നു. പക്ഷെ ചേച്ചി ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്നത്. ഇത് കഴിച്ചിട്ടുണ്ടോ? സുപ്രീമത്തെ ക്രീം ബണ്ണ്. ജസ്റ്റ് ട്രൈ ദിസ്. ലിപ്സ്റ്റിക് ആയെങ്കിൽ ഞാൻ തിന്നൂലേ. ഇത് വേറൊരു ഫോം ഓഫ് ബട്ടർ ബൺ ആണ്. ക്രീം ബണ്ണ. ക്രീം ബൺ. ഇവിടെ എന്താ നടക്കുന്നേ? അത് പിസ്താഷിയോ തിരാമിസു ആണ്. ഇനി കഴിച്ച പാത്രത്തിൽ ഇൻസുലിൻ എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ഷുഗർ കൂടിപ്പോയി. ആണോ? ഇതൊരു ഷുഗർ ഡേറ്റ് ആണ് കേട്ടോ, കാൻഡിൽ ഡേറ്റ് അല്ല. അതെന്താ അപ്പുറത്തെ അത് പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. ഷുഗർ ഡേറ്റ് ആവുമ്പോ ഒരു കാര്യം പറഞ്ഞോട്ടെ, ദിസ് ഈസ് ടു യം. ഞാൻ ഈ ഒരു ഫ്ലേവറിൽ ഇതുവരെയും കഴിച്ചിട്ടില്ല.
ഇനി ഇതും ഡിഫറെന്റ് ചേച്ചി. ആണോ? ഇത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ബിസ്കോഫ് നമ്മൾ ബ്രൗണി പറയുന്നത് മൂന്നൊരു മൈൻഡ് ചേച്ചി അങ്ങനെ എടുത്ത് വെച്ചോ. ആണല്ലേ? ആ ബിസ്കോഫ് ബ്രൗണി. Biscoff brownie. ബ്രൗണി ബ്രൗണിയും ചേച്ചിക്ക് ഇഷ്ടമുള്ളൊരു item. ഇനി നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. താബോ അത് ഇവിടെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, നിങ്ങൾ ഇച്ചിരി സമാധാനം തന്നെ. ഇത് കേട്ടിട്ട് പോ. ഈ ശ്രീവിദ്യ mind ചോദിക്കണേ ചെയ്യില്ലേ? സാബു കണ്ടക്ടർ അല്ലേ, പിന്നെ ഇത് എവിടെ നിന്ന് ഫുഡ് എന്ന് എടീ ഫുഡ് കണ്ടക്ടർ കണ്ടന്റ് ക്രിയേറ്റർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ. അയ്യോ അത് അങ്ങനെയല്ല, കോണ്ടന്റ് ക്രിയേറ്റർ. അതാണ് മനസ്സിലാവാത്തത് അല്ലേ? This is cheese. അടുത്ത ഐറ്റം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. ചീസ് ആണോ? അത് ലെമൺ കേർഡ് ചീസ് കേക്ക്. അത് ചീസ് അല്ല, അതൊരു ചീപ്പായി പോയി. ഇത് മഴ ശരിക്കും വരുമ്പോ കഴിച്ചിട്ട് ടേസ്റ്റ് വരി ചെയ്യുന്നത് ഇങ്ങോട്ട് ഒരു സെക്കൻഡ്, ഇത് ശരിക്കും ചേച്ചി ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പഴയ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ആ ഒരു അയ്യോ ഞാൻ cake. ചേച്ചി അത് കഴിച്ചിട്ട് പറയാം. അത് ചേച്ചി മിണ്ടുന്നില്ല. Melts. ഇന്നായപ്പോ നമ്മളെ മേശ How is it? ഒന്നുമില്ല. ഈ ഒരു ഫ്ലേവർ കഴിച്ചിട്ടുണ്ടോ നേരത്തെ? ഇത് ഒന്നും ഭയങ്കര സ്വീറ്റേ അല്ല. ഓവർ സ്വീറ്റ് അല്ല അല്ലേ? Not at all. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്വീറ്റ് ആണ്. ആഹാ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഉണ്ടല്ലോ അല്ലേ? ചേച്ചി ഇത് 3-4 ഷോപ്പിൽ പോയിട്ട് ഓരോന്നും പ്രത്യേകം. ഇത് നമ്മുടെ ജയ ബേക്കറിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് പൊറോട്ട. ജയ ബേക്കറിയിലെ സുപ്രീം ബേക്കറിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്രീം ബൺ. അവിടെ ഏറ്റവും ഇതിന് ക്യൂ ആയിരിക്കും ആളുകൾ. ഞാൻ രാവിലെ പോയി ക്യൂ നിന്ന് വാങ്ങിച്ചത്. Yeah. പിന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മുടെ മാറ്റ് ബാറ്റർ ബേക്കറി ഉണ്ട്, നമ്മുടെ ഇത് ആലോചിക്കുന്നത് ഓരോന്നും ഓരോ സ്ഥലത്താണ്. കാക്കനാട് ഉണ്ട്, പാലാരിവട്ടം ഉണ്ട്, നമ്മുടെ ഇവിടെ വൈറ്റിലുണ്ട്. ഇതെല്ലാം ഡിഫറെന്റ്. ചേച്ചി ഇഷ്ടപ്പെട്ടായിരുന്നോ? ഹൈദരാബാദിൽ ഫ്ലൈറ്റ് പിടിച്ചും കൂടെ 2 വാങ്ങിക്കൊണ്ടിരാത്തത് സമയം കിട്ടിയില്ല. ഞാൻ നാളെ മറ്റന്നാ ദുബായി പോകുന്നുണ്ട്, പോയി വരുമ്പോ ചേച്ചിക്ക് കൊണ്ടുവരും. സാബുവേ, ദുബായി പോയിട്ടാണ് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ബട്ടർ ബൻ വേണ്ട. സാബു അല്ല ബട്ടർ നിങ്ങൾ അല്ല വേറെ പറയാം. തൽക്കാലം നിങ്ങളത് കഴിച്ചാൽ മതി. ഈ സിനിമയില് ഫുഡിന്റെ റെഫറൻസ് കൊണ്ടുവന്ന മെയിൻ ആള്. കാരണം നമ്മളൊക്കെ അഡ്മയർ ചെയ്യുന്നു അല്ല, അതുവരെ നമ്മൾ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ അങ്ങനെ നമ്മളൊരു ഫുഡിന് ഒരു റെഫറൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു സിനിമയുടെ സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള പേര് സംതിങ് കുക്കിംഗ് ടാഗ്ലൈൻ കൂടി ഉണ്ടായിരുന്നില്ല. അതിന് ഒരു ദോശ ചുട്ട കഥ. എന്നിട്ട് വിളിക്കുമ്പോ ചേച്ചി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഗാർലിക് ചട്നി കിട്ടിയില്ലേ? ലൈക്ക് നമ്മളെ പലരും വിളിച്ച് ഓരോ സജഷനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുക, അത് മറ്റേ ആ ഗ്രേവി ഉണ്ടായിരുന്നില്ലേ, അതായിരിക്കും. അതേപോലെ അതതിന് ശേഷമാണ് സിനിമയിൽ ഭയങ്കര ട്രെൻഡിങ്. ഇപ്പൊ വലിയ വലിയ പടങ്ങളിൽ വരെ ഇപ്പൊ നമ്മള് കമലഹാസന്റെ നമ്മുടെ വിക്രത്തിലൊക്കെ അങ്ങനെ വലിയ പടങ്ങളിൽ വരുമ്പോ ഫുഡിന് ഇമ്പോർട്ടൻസ് ലാലേട്ടന്റെ പടങ്ങളിലും എല്ലാം കൊടുക്കാൻ തുടങ്ങി. ആ ഒരു വിപ്ലവം തുടങ്ങിയ ചേച്ചിക്ക് നമ്മുടെ പേഴ്സണൽ ആസ് എ ഫുഡ് ബ്ലോഗർ ഇനി ഒരു മ്യൂസിക് വേണം. റൊമാൻറ്റിക് ശരി, റൊമാൻറ്റിക് മ്യൂസിക് ഇട്ടുതരാം. ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ള ഫുഡ് ഹണ്ടർ സാബു എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണങ്ങൾ എവിടെയാണോ നല്ല ഭക്ഷണം കിട്ടുന്നത് അവിടെ ഫുഡ് ഹണ്ടർ സാബു ഉണ്ടാവും. ഇന്ന് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ മറ്റൊരു മുഖം ഫുഡ് ഹണ്ടർ സാബുവിനെ നമ്മൾ കാണാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ് ബെസ്റ്റ് ഫുഡ് വ്ളോഗർ പോപ്പുലർ ആണ് ഈ ഇരിക്കുന്നത്. നമ്മുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് ചെയ്താണ് ഇപ്പൊ ഡാൻസ് കളിക്കാന്നുള്ള ഒരു റൊമാൻറ്റിക് ഡാൻസ്. കൊല്ലാനുള്ള പരിപാടി ആണല്ലേ. വേറൊരു മുഖം കാണാന്ന് പറഞ്ഞില്ലേ? അതെ, മുഖംമൂടി നേരത്തെ അഴിഞ്ഞ് വീണ്, ആ ഓയിൽ വീണ്. ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഡാൻസ് കളിക്കണം. അത് നമുക്ക് അടുത്തത്. അതെ, ബട്ടർ ബന്നും ക്രീം പൊറോട്ട കുനാഫയൊക്കെ ഇരിക്കണ അയല പൊരിച്ചോണ്ട് പാട്ടിടല്ലേടാ. ഓക്കെ, വീണ്ടും ദാ ഫുഡ് ആൻഡ് സാബുവിന്റെ പേജിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഫുഡ് മാത്രമല്ല അത്യാവശ്യം റൊമാൻസും ചേച്ചി എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ലേ? അയ്യോ ധൈര്യമായിട്ട് കളിക്കാമോ? മതി ചേച്ചി, എല്ലാം കൂടെ ആവില്ല. കിട്ടിയ ചാൻസ് ആണ്. കുടിക്കുമ്പോ
മതി ചിറ്റി എന്നെ കൊണ്ടാവില്ല. കേരളത്തിലെ ഭക്ഷണ പ്രേമികളെ ഇതാ മതി 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 മതി. താങ്ക് യു സോ മച്ച്. സത്യസന്ധമായിട്ട് ബാബുവിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ചില കിണർ കുഴിക്കുമ്പോ 4 തൊടിയാ മനത്ത് പൂച്ച വീഴൂലേ, അതിന്റെ പേടിയുണ്ട് അതിനകത്ത്. അല്ല ഇതൊന്നും നേരത്തെ അറിഞ്ഞ 2 സ്റ്റെപ്പ് പഠിച്ചു വരാം. ഇതൊക്കെ ഒരു ക്ലൂ തരണ്ടേ? എന്തായാലും ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. 5 6 സ്വീറ്റ്സും കൊണ്ട് വന്നു. ഒരു ലോഡ് മധുരങ്ങൾ ഞങ്ങൾ തിരിച്ചു തന്നിരിക്കുകയാണ്. വീട്ടിൽ കയറ്റിയാ മതിയായിരുന്നു അല്ലേ? അതൊന്നുമില്ല, അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, സേഫ് ആണ്, ഞാൻ സേഫ്. അയ്യോ ശരി, ഇവിടെ നോബി ചേട്ടനെയൊന്നും വീട്ടിലേ കയറ്റത്തില്ല. ഇതൊക്കെ ഇനിയിപ്പോ എല്ലാരും ഇപ്പൊ കണ്ട് വിഷ്വലൈസ് ചെയ്തെല്ലാം ഇരിക്കുകയാണല്ലോ. ഇവിടെ നമുക്കൊരു ചേഞ്ച് ആക്കാം. ഇവിടുന്ന് വേറൊരു ലോകത്തേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ സർപ്രൈസ് ചേച്ചിക്ക് കിട്ടി. ഇനി ഒരു സർപ്രൈസും കൂടെ നമ്മുടെ ഈ വേദിയിൽ വരാനുണ്ട്. അപ്പൊ സാബു ചേട്ടാ, എല്ലാം സെറ്റ് അല്ലേ? അവരുടെ പിടക്കങ്ങളൊക്കെ മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ നെക്സ്റ്റ് സർപ്രൈസ്, ഇത് ശ്വേത ചേച്ചി മാത്രമല്ല, നിങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മലയാളി പ്രേക്ഷകർ ഞെട്ടാൻ പോകുന്ന ഒരു സർപ്രൈസ് ആണ് വരാൻ പോകുന്നത്. 1500 കോടി ക്ലബിൽ ആദ്യമായിട്ട് കയറിയ സിനിമയായിരുന്നു ഏത്? ബാഹുബലി. ഈ ബാഹുബലി പറയുന്ന സിനിമ കാണാത്തായിട്ട് ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. എങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. പക്ഷെ അതൊക്കെ മേലെ ഞാൻ ഒരു സർപ്രൈസ് പറയട്ടെ. ഇപ്പൊ റീസെന്റ് അത് റിലീസായി. അതും ഹിറ്റ് അല്ല, മെഗാ സൂപ്പർ ഹിറ്റ് ആണേ. അങ്ങനെയുണ്ടെങ്കിൽ അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ദാ വരുന്നു ബാഹുബലി സിനിമയുടെ സംവിധായകൻ SS രാജമൗലി. ശരിക്കും ഉള്ളതല്ലേ? വെൽക്കം സർ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ വേദിയിൽ സാറിനെ കാണാൻ സാധിച്ചതിൽ. ഐ എം റിയലി സോറി. ഐ ഹോപ്പ് യു ആർ കംഫർട്ടബിൾ വിത്ത് മലയാളം. ഷുവർ, എനിക്ക് മലയാളം അറിയാം. എന്റെ ദൈവമേ, സാറിന് മലയാളം അറിയാവോ? ഞാൻ ഒരുപാട് മലയാള സിനിമകൾ ഫോളോ ചെയ്യുന്ന ആളാണ്. മലയാളത്തിലെ ഒരുപാട് വലിയ വലിയ ഹിറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹിറ്റ് നടന്മാരുണ്ട്, അഭിനയിക്കാൻ വളരെ വേഴ്സറ്റൈലുള്ള ഒരുപാട് നടന്മാരുണ്ട്. നമ്മുടെ മോഹൻലാൽ സാർ, മമ്മൂക്ക, അത് എടുത്തു പറയാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് അതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. റിയലി സാറ് ഭയങ്കര നന്നായിട്ട് മലയാളം സംസാരിക്കുന്നത് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു സാർ. ഒരുപാട് സന്തോഷമുണ്ട്. സാറിന് അറിയാലോ, ശ്വേത ചേച്ചി ഉണ്ട്, നോബി ചേട്ടനൊന്നും അറിയാൻ വഴിയുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഞാൻ അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സ് കാണാറുണ്ട്. കോമഡി മാസ്റ്റേഴ്സ് കാണാറുണ്ട്. ഞാൻ അതിന്റെ വലിയൊരു ആരാധകനാണ്. പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സ് കണ്ടിട്ടേ ഞാൻ കിടക്കാറുള്ളൂ മിക്കവാറും. കാരണം അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് സ്കിറ്റുകളുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. സത്യം നിങ്ങൾക്കൊരു സർപ്രൈസ് ഞാൻ തരികയാണ്. വേറൊന്നുമല്ല, എന്റെ അടുത്ത പടത്തില് മൈ നെക്സ്റ്റ് മൂവി ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് സാർ ഇപ്പൊ പറയുന്നത്. തീർച്ചയായും ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. അത് ആരാണെന്നും കൂടെ ഈ ഒരു വേദിയിൽ പറയുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രിവിലേജ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊരു ആർട്ടിസ്റ്റിനും ചെയ്യാൻ പറ്റാത്തതാണ് ഈ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സെലക്ട് ചെയ്ത ആളിനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അദ്ദേഹത്തിന് വേണ്ടി ഏകദേശം 2 വർഷം 3 വർഷം ഇരുന്നാണ് ഞാൻ ആ കഥ എഴുതിയത്. സത്യം. അപ്പോ ആളെ എനിക്ക് പറയാൻ തന്നെ സന്തോഷമുണ്ട്. സാർ ആരാണ് ആ വ്യക്തി? സാർ എല്ലാരും സർപ്രൈസ് ആയിട്ടിരിക്കുകയല്ലേ? മിസ്റ്റർ അമ്പിളിക്കുട്ടൻ. ആർക്ക് സന്തോഷമില്ലേ? ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വേഴ്സറ്റാലിറ്റി, അതുപോലെ തന്നെ ഓരോ ഡയലോഗ് പ്രസൻസ് വളരെ വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ആ ക്യാരക്ടർ ചെയ്യാൻ ഞാൻ ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തത്. അതേ ഇവിടെ ഇല്ലേ പ്രസൻസ് നിൽക്കുന്നു ബാക്കില്. അമ്പളിക്കുട്ട ആണ് രാജമൗലി സാറ്. അതെനിക്കറിയാം, അതാണ് ഞാൻ ചോദിച്ചത്. അയ്യോ, ഇത് ആരാ ഇതെന്ന് പേരോ ഞാൻ. താങ്ക്സ്. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഞാൻ ഇദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ. ഞാൻ സാറിന്റെ സിനിമ ഞാൻ കണ്ട ബാഹുബലി. ബാഹുബലി സിനിമ ഡയറക്ട് ചെയ്ത വലിയ ഡയറക്ടറാണ്. കൊച്ചുപടം ബാഹുബലി. കൊച്ചുപടം, വലിയ പടം. ഞാൻ മൊബൈലാണ് കണ്ടത്, അതുകൊണ്ടായിരിക്കും. ഞാൻ SS രാജമൗലി, ഡയറക്ടറാണ്. ഞാൻ അമ്പിളിക്കുട്ടൻ, പാലാകൊല നടക്കുന്നു. എനിക്ക് എന്തായാലും വാലകോല നടക്കേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ഒരു സർപ്രൈസ് ഇവരെ അറിയിച്ചു കഴിഞ്ഞു. എന്റെ പുതിയ സിനിമയിൽ ഞാൻ ഒരു ആർട്ടിസ്റ്റിനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആരും ശരിയല്ല സാറേ ഇവിടെ ഉള്ള ആളാരാണെന്ന് അറിയണോ? ആരാണ്? മിസ്റ്റർ അമ്പിളിക്കുട്ടൻ. അയ്യോ
അമ്പിളിക്കുട്ടനാണ് സെലക്ട് ചെയ്തത്. സത്യം, അമ്പിളിക്കുട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ കഥ എഴുതിയിരിക്കുന്നത് തന്നെ. എന്നെ വേറെ ആർക്കും ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല അമ്പിളിക്കുട്ടൻ. അയ്യോ, എന്റെ ആശാനെ, എന്റെ രാജമൗലി ആശാനെ, എന്റെ സിനിമയിൽ എടുത്ത എന്റെ ആശാനെ. സാറിന് അറിയാമോ സാറേ, എനിക്ക് ഇവിടെ ഒരു വില ആരും തരത്തില്ല. ആണോ? ആഹാരം തിന്നുമ്പോ പോലും എന്നെ എല്ലാരും കളിയാക്കും സാറേ. ആഹാരത്തിന്റെ കാര്യം പറഞ്ഞാൽ വിശക്കുകയും ചെയ്യുന്നില്ല. ക്ഷമിക്കില്ല, ഇനി ആരും കളിയാക്കില്ല. നല്ലൊരു ക്യാരക്ടറാണ് അമ്പിളിക്കുട്ടന് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അമ്പിളിക്കുട്ടൻ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് അതിന്റെ റെഫറൻസ് ഒക്കെ എടുക്കണം. അമ്പിളിക്കുട്ടൻ സാറേ മുഖം കണ്ടാ സാറേ അവന്റെ അസൂയ കൊണ്ട് പൊട്ടും സാറേ അവൻ. എന്നാണ് രാജമൗലിയുടെ പടത്തിലിടാ ഞാൻ. കൂടെ സിനിമയൊക്കെ കാണാറുള്ള ആളാണ്. ഇഷ്ടംപോലെ കാണും, എല്ലാം കാണാറുണ്ട്. അപ്പൊ അതൊക്കെയാണ് എനിക്ക് വേണ്ട. കാരണം ഓരോ സിനിമകൾ നമ്മൾ പഠിക്കണം. പഠിക്കാം. ഒരുപാട് സിനിമകൾ കാണണം, ഒരുപാട് റെഫറൻസ് എടുക്കണം ആക്ടിങ്ങിന്റെ. കാരണം നമ്മളെ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും നമ്മളൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് കൊടുക്കാറുണ്ട്. എനിക്കറിയാം, നിങ്ങൾ മറ്റേ റാംജി റാവു ഫിലിം രാംജി റാവു അല്ല, രാമോജി റാവു ഫിലിം സിറ്റി. അവിടെ നമ്മൾ അതെന്ന് വെച്ചാൽ സിനിമയുടെ കഥ പുറത്തു പോകാനിരിക്കാനും ഇതേപോലെ ആക്ടിങ് വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അമ്പിളിക്കുട്ടൻ അങ്ങനെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് കാണും. അമ്പിളിക്കുട്ടൻ വേറെ എന്തെങ്കിലും അറിയേണ്ട കാര്യമുണ്ടോ? സാറേ ഈ സിനിമയുടെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ അത് വൃത്തിയായിട്ട് ചെയ്യാം സാറേ. ഷാരൂഖ് ഖാനെ അമിതാഭ് ബച്ചനൊക്കെ പോലെ അഭിനയിക്കാൻ എനിക്ക് താല്പര്യം. അതാണ് പറഞ്ഞത്, നമ്മുടെ മലയാളത്തിലെ മോഹൻലാൽ സാർ, മമ്മൂക്ക, അതുപോലെ തന്നെ ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിന്റെ സംഭവം അറിയാം. സ്വന്തമായിട്ട് ഒരു ആക്ടിങ് ഒരു ടാലന്റ് അദ്ദേഹം ഉണ്ടാക്കി എടുത്തതാണ്. അതെന്ന് വെച്ചാൽ ഒരു സ്റ്റൈലുണ്ട്. അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു കയ്യിലാണ് അദ്ദേഹത്തിന്റെ ആക്ഷൻ എല്ലാം സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബാദ്ഷാ ഖാൻ ഷാറൂഖ് ഖാൻ എത്തിയപ്പോഴത്തേക്കും അദ്ദേഹം രണ്ട് കൈയായി ആ ഡയലോഗ് ചെറുതായിട്ടൊന്ന് മാറുകയും ചെയ്യും. കണ്ടോ സാറിന്റെ പുതിയ പടമില്ലേ ബാഹുബലി എപ്പിക്ക്, ഞാൻ പടം മൊത്തം അരിച്ചു പറക്കി നോക്കി. ആ പിക്ക് ഞാൻ അതിനകത്ത് കണ്ടില്ല. ഈ പിക്ക് എന്ന് എഴുതിയ പിക്ക് പടത്തിന്റെ അവസാനം വരെ ഇല്ല. ആ പിക്ക് അത് ആ രണ്ട് സിനിമ പാർട്ട് 1ഉം പാർട്ട് 2ഉം ചേർത്തത് കൊണ്ട് എപ്പിക് എന്നുള്ള പേരിട്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിക്ക് എടുക്കണേ. അതൊക്കെ എടുക്കാം. എന്റെ ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ട്, കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് സാറേ. പിന്നെ വേറൊരു കാര്യം എനിക്ക് സാറിനെ കാണുമ്പോൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്താണ് സാറേ, ഈ ബാഹുബലി സിനിമയിലെ പ്രഭാസിനെ അല്ല ആദ്യം ഋതിക് റോഷനെയാണ് സാർ ഇങ്ങനെ തെരഞ്ഞുപിടിച്ചെന്ന ഒരു ഇതുണ്ട്. അതൊരു റൂമറാണ്. അവൻ അവിടെ വന്നാ റൂമർ അതല്ല, ഒരു റൂമർ ആയിരുന്നു. ആറ് ഹ്യൂമറിനോട് ചെയ്തായിരിക്കും, പക്ഷെ പടം സീരിയസ് കയറി കൊണ്ടത്. പിന്നെ പടങ്ങളെല്ലാം കാണാറുണ്ട്. പിന്നെ വേറെ സാറിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാ, മറ്റേ ഞാനേ സാറേ ഇവിടെ ഒരുപാട് നാൾ ഈച്ച അടിച്ചോണ്ട് കിടന്നു. ഒരു ഗുണം ആരും മൈൻഡ് ചെയ്യുന്നില്ല. സാറാ സുദീപിനെ കൂടെ ഒരു ഈച്ച അടിച്ചിട്ട് കോടികളല്ലേ വാരിയത്. ഈച്ച സിനിമ അതിന്റെ ഈ ഓഡിഷനൊക്കെ ഭയങ്കര പാടായിരുന്നല്ലേ സാർ? എന്ത് പാട്? ഭയങ്കര മൂളലും വിളിയൊക്കെ കാണും. മനസ്സിലായില്ല. 1000 ഈച്ചെങ്കിലും വന്നു കാണൂല ഇതിൽ സാർ. അയ്യോ, അതൊക്കെ CG ആണ്. ആണോ? വേറൊരു കാര്യമുണ്ട്, സാറ് ഭയങ്കര ബുദ്ധിയുള്ള ആളാ. എന്തുറ്റി? ഈച്ച അങ്ങ് നായകനാക്കി. സാധാരണ മനുഷ്യനെ പിടിച്ചാക്കി ആ ക്യാരവാൻ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, പിന്നെ അവന്റെ കൂടെ 15 പേര് ഇതാകുമ്പോ ഒരു ചക്കപ്പഴ വെച്ച് പഞ്ചാര പൊക്കോളും. ഭയങ്കര ബുദ്ധിയാണ് കേട്ടാ. ഒരു തമാശക്കാരനാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആലപ്പുഴക്കാരനാ. പിന്നെ സാർ എനിക്കൊരു സംശയമുണ്ട് സാർ. സാറിന് ഒരു പടത്തിന് സംവിധാനം ചെയ്യുന്നതിന് 100 കോടി രൂപയൊക്കെ കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ട് അമ്പിളിക്കുട്ടൻ. ആണല്ലേ? ചിലപ്പോ ചില സാഹചര്യങ്ങൾ 100ന്റെ 50ന്റെ നോട്ടായിരിക്കും. അങ്ങനെ തോന്നിയത് അല്ല, അതാണ് സാർ ഒരു സിനിമ എടുത്താൽ പിന്നെ 2 വർഷത്തേക്ക് സിനിമ എടുക്കുന്നത്. വീട്ടിൽ ഇരുന്ന് എണ്ണി തീർക്കണ്ടേ 100 കോടി. ഇനി 2000ന്റെ നോട്ട് മേടിക്കണം സാർ. അതാകുമ്പോൾ പെട്ടെന്ന് എണ്ണി തീർക്കാൻ ഞാൻ പടാന്ന് എടുത്ത പടം. നമ്മളിവിടെ എന്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടോ? അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ റെഫറൻസ് എടുക്കാൻ പറ്റും. മൂന്നാർ കണ്ടോ? അവിടെ ഞാൻ പോയി. അപ്പൊ ഒരു കൈപ്പേറി അനുഭവം ഉണ്ടായി. അവിടുന്ന് മാങ്ങ വന്നപ്പോ ഭയങ്കര കയ്പായിരുന്നു സാറേ, മുളവൊക്കെ. ഏത് മൂന്നാർ? തണുപ്പൊക്കെ ഉള്ള മൂന്നാർ സ്ഥലത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? എന്റെ RRR എന്നുള്ള സിനിമ കണ്ടായിരുന്നോ? കണ്ട്. ഇഷ്ടപ്പെട്ടായിരുന്നോ? ഇഷ്ടപ്പെട്ടു സാറേ. പിന്നെ ഒരു പരാതിയുണ്ട്. എന്ത് പരാതി? അതിനെന്താ നടന്മാരെ സാർ ഒരുപാട് കഷ്ടപ്പെടുത്തി. രണ്ട് നായകന്മാരെ. ഞാൻ ഒരു രീതിയിലും കഷ്ടപ്പെടുത്തിയിട്ടില്ല. അവര് പറഞ്ഞോ? അവര് ആ പാട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ആ പാട്ടിൽ അങ്ങനെ ഏത് പാട്ടിലാണ് അങ്ങനെ വരിയുള്ളത്? നാട്ടു പാട്ടിൽ അവര് പറയുന്നുണ്ട്, പറ്റത്തില്ലേ. പാവം സാറേ, പാവം കിട്ടും സാറേ. ഞാൻ എന്തോ പറയാൻ അമ്പിളിക്കുട്ട. സാറേ പിന്നെ എനിക്ക് സംശയം, എന്താണ് ഈ സിനിമയിലൊക്കെ ഈ ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയുന്നുള്ളതാണോ? കാണുമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ സിനിമയിലൊന്നും അങ്ങനെ ഇല്ല. അല്ല, ഇനി അഥവാ ഞാൻ സാറിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് കിട്ടുന്നത് ബ്ലാക്ക് മണി ആണെങ്കിൽ അത് എത്രത്തോളം ബ്ലാക്ക് ആയിരിക്കും? നല്ല ബ്ലാക്ക് ആയിരിക്കും, അത് കുറഞ്ഞ ബ്ലാക്ക് ആയിരിക്കും, ഈ ചാര കളർ ആയിരിക്കും, എങ്ങനെയാണ്? എന്തിനാണ് ചോദിച്ചത്? മനസ്സിലായില്ല. അല്ല, കറുപ്പാണെങ്കിൽ നമുക്ക് തേച്ചേഴി വലിയ കടയിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും. സോപ്പ് പൊടിയും അതൊക്കെ മേടിക്കണ്ടേ സാർ? ബ്ലാക്ക് മണി അതല്ലേ? അമ്പിളിക്കുട്ടൻ, താങ്കളുടെ തലയിൽ ആള് താമസമില്ലേ? ഉണ്ട്. ഒരു പേനും അവന്റെ ഭാര്യയും 2 മക്കളും. അവര് രണ്ടവന്മാര് ഭയങ്കര കുരുത്തക്കണം. അമ്മ വേണ്ട ഈ മുറ്റത്തൊന്നും നിന്ന് കളിക്കും ഇടയ്ക്ക്. മുറ്റോ? പിന്നെ എനിക്ക് ഇവിടെ ഭയങ്കര ചൊറിച്ചില്ല സാറേ ഇടയ്ക്ക്. അവിടെ അവന്റെ അവളെയും ബെഡ്റൂം. അമ്പിളിക്കുട്ടാ, എന്റെ സിനിമയിൽ അമ്പിളിക്കൊണ്ട് ചെയ്യാൻ ഒരുപാട് സീക്വൻസ് ഉണ്ട്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് അച്ഛന്റെ സൈക്കിൾ എടുത്ത് ബേക്കറി പോയിട്ട് മേടിച്ചു.
എന്തോന്നു മറ്റേ അകത്ത് തേങ്ങയും ഇതൊക്കെ വെച്ച പഴമൊക്കെ വെച്ച പലഹാരമില്ലേ ദിൽഖുഷ്. ഇതെന്തോന്നു ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ചെയ്യാൻ. ആ, ഏ. അപ്പൊ അമ്പിളിക്കുട്ടിന്റെ ഡയലോഗ് പ്രസൻസ് എങ്ങനെയാണ് അമ്പിളിക്കുട്ടൻ ചെയ്യുന്നത് എനിക്കൊന്ന് അറിയണം. ഞാൻ പറയാം സാറേ. ആ, ഒരു ഡയലോഗ് പറയൂ. എന്റെ സിനിമയിൽ ബാഹുബലിയുടെ ഡയലോഗ് തന്നെ പറഞ്ഞു. ഞാൻ പറയാം. വളരെ ദേഷ്യമായിട്ട് നിൽക്കുന്ന ഒരു ഡയലോഗ് ആയിരിക്കും. ആ, ആ, ദേവസേനെ, ആ. നീ ചെയ്തത് തെറ്റ്. ഓ, പെണ്ണുങ്ങളെ കയറി പിടിക്കുന്നവന്റെ കൈയല്ല വെട്ടേണ്ടത്. പിന്നെ അങ്ങോട്ട് വാ, പറഞ്ഞുതരാം. വാ. തല തല അത് തന്നെ അങ്ങോട്ട് മാറി പിന്നെ സാറേ ഒരു സീൻ തന്നെ ഞാൻ ഗംഭീരമായിട്ട് അഭിനയിക്കും. ഒരു സീൻ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, കുഴപ്പമില്ല. പക്ഷെ കാളയായിട്ട് പോത്ത് വരും, കാട്ടുപോത്തോട്ട് മൽപ്പിടുത്തോണ്ടല്ലോ സാറേ. ആരാണ്? ഞാൻ ചെയ്ത് കാണിക്കാം. ആരാണ് മലപ്പുറത്ത് നടത്തുന്നത്? മറ്റേ വാള് വെച്ചപ്പോ പല്ലുപോയ ദേവൻ. വൽവാൾ ദേവൻ. വൽവാൾ ദേവൻ. ആ, അത് തന്നെ. വേറൊരാളോട് നോക്കിക്കൊണ്ടിരിക്കൂലേ സാറേ? ആരാണ്? മറ്റേ ആഫ്രിക്കൻ മുഷിയുടെ ഫിഗറുള്ള ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ അത് പിങ്കള ദേവൻ. ഇങ്ങളെ വീച്ചാളെ നിങ്ങൾ പറയുക ഞാൻ ചെയ്യാം. അതൊന്നും ആവശ്യമില്ല അമ്പിളിക്കുട്ടൻ, അതൊന്നും വേണ്ട. നമ്മള് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് ഞാൻ ചെയ്ത് കാണിക്കാം സാർ. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സീൻ ഇട്ടോട് സാറിന്. വേണ്ട ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തു. പ്ലാനിങ് ആണ് ഞാൻ. ആണോ? ആരും ഇതിന്റെ പുറകിൽ കളിക്കുന്നുണ്ട് അമ്പിളിക്കുട്ടൻ. സാറേ എനിക്ക് ഈ മൽപ്പിടുത്തം നടത്താൻ ഒരു ആള് വേണം കാളയ്ക്ക് പകരം. അത് VFX ഇല്ല. അത് സാർ ഇട്ടോ. അതല്ല, എനിക്ക് ഇത് വേണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റും. മിസ്റ്റർ കുട്ടിയെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാവോ? ആട്ടുംകുട്ടിയായിട്ടല്ലോ, ആട്ടുപോത്തല്ല. മോബിയെ വിളിക്കാം. നീ വാ. ആ പിന്നെ നിന്റെ ഭ്രാന്ത് പരിപാടിക്ക് ഞാൻ നിൽക്കാൻ പോവല്ലേ? എനിക്ക് ഭ്രാന്തുണ്ടായിരുന്ന പണ്ടാണ്. ആ ഇപ്പൊ നിനക്ക് ജലദോഷം ചുമയായിരിക്കും. ഇങ്ങനെ ഇതൊക്കെ കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? കുഴപ്പമില്ല, നമ്മളത് VFX ഇടാം. മ്യൂസിക് ഇടാൻ പറ. മ്യൂസിക്, ഒരു മ്യൂസിക് കൊടുക്കൂ പ്ലീസ്. ആ ആ വരാം. ആ അടങ്ങ് 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 ആ. അടങ്ങ്. ആ വൈക്കോലും പുല്ലും ഒക്കെ മേടിച്ച് തരാം. കാട്ടുപോത്തിനാണോ വൈക്കോലും പുല്ല്? കാട്ടുപോത്തിന് ചിക്കൻ ബർഗറാ മേടിച്ചു കൊടുക്കുന്നത്. ആ അത് വേണ്ട, അതൊന്നും കാണിക്കണ്ട, കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റേ കൂടെ ചെയ്യാം സാർ. ഏതാണ്? ഈ ലവ് സോങ് ഒക്കെ ചെയ്യും. ലവ് സോങ് അമ്പിളിക്കുട്ടിന്റെ മാരേജ് സീക്വൻസിനകത്തുണ്ട്, മാരേജ് ഉണ്ട്. ചെയ്യാം സാറേ. അപ്പൊ അതിന് ഒരാൾ വേണം. വേണം വേണം. ആരെ വേണം പറയൂ, നിങ്ങൾ സെലക്ട് ചെയ്യും. എലീന ഒട്ടും വേണ്ട. ഡയാന ഒന്ന് സഹായിക്കാം പ്ലീസ്. ഓക്കെ സർ, ഓക്കെ. പ്ലീസ്. അമ്പിളിക്കുട്ടൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരു ഓഡിഷൻ വരികയാണെങ്കിൽ എല്ലാം ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടി. താങ്ക് യു. ഒന്ന് ജസ്റ്റ് ഒന്ന് പിന്നീട് കൂടെ നിന്നാ മതി. എന്താണെന്നുള്ള നമുക്ക് ഒന്ന് കാണാം. അമ്പിളിക്കുട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ കെട്ടിപ്പിടിക്കും, അങ്ങനെ പാട്ട്. അതൊക്കെ നമുക്ക് VFX ഇടാം. VFX ഇടാം. ആരാണ് ഈ വി അലക്സ്? പഠിക്കണോ? അവൻ ഒന്നും സമ്മതിക്കുന്നില്ലല്ലോ. നമ്മൾ ഗ്രാഫിക്സ് ചെയ്ത് വെച്ചോളാം, കുഴപ്പമില്ലെന്ന്. പാട്ട് എന്താണെന്ന് കാണിക്കും. ഒരു സോങ് പ്ലേ ചെയ്യും. ആ നല്ല റൊമാൻറ്റിക് ആയിരിക്കണം. ശക്തിയാണു നീ, പിച്ചിപ്പൂവാണു ഞാൻ, തമ്മിൽ കണ്ടു പോയി വേഗത്തിൽ പാട്ട് കൽപ്പാലയെ. എന്ത് പറ്റി? അവളെ കെട്ടി അവിടെ ഇരിക്കുന്നത്, അങ്ങോട്ട് പോകണുണ്ടോ? എന്തുകൂടെയാണ് അഭിനയിക്കാനുള്ളത്? ഇവിടെ വാ. ഞാൻ ഫീൽ ചെയ്തങ്ങ് പോയതാ. സാറിന്റെ പെർഫോമൻസ് കണ്ടില്ലേ? അത് മതി. ഞാൻ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കെട്ടിപ്പിടിക്കുന്നതൊക്കെ മറ്റില്ല. അത് VFX ഇടും. എന്നാ ഞാൻ ഒറിജിനൽ ആയിട്ട് ഒരു ഉമ്മയും കൊടുത്താലോ? ഇദ്ദേഹത്തിന്റെ ഭർത്താവ് ഒന്ന് തന്റെ പടലിക്ക് കൈവച്ചാലോ? വേണ്ട, VFX മതി. ആണല്ലോ. ഇനി വേറെ എന്തെങ്കിലും കാണിക്കാനുണ്ടോ? അമ്പം മില്ലി പിടുന്ന സീനുണ്ട് സാർ. അമ്പവില്ല് അതുണ്ട്. ബാഹുബലി ചെയ്യും പോലെ അതുണ്ട്. ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ദേവസേനെ പഠിപ്പിക്കുന്നത്. ആ ഓക്കെ അതൊന്ന് കാണണം. ഞാൻ കൊണ്ടുവരാം സാർ. അമ്പെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കല്ലേ സാർ. ഡയറക്ടർ അനുജ സാർ എന്തുമാത്രം ഒരു ആർട്ടിസ്റ്റുകളെ വാർത്തെടുത്തിരിക്കുന്നത്. ഭയങ്കര ബ്രില്യന്റ് കേട്ടോ. ഇതൊക്കെയാണ് ചെയ്യാം, ഞാൻ ചെയ്യാം. ഇഷ്ടമാണ്. ഇതൊക്കെ ഇത് കിടിലമാണ് സാധനം. അപ്പൊ ഇവിടെ എല്ലാം സെറ്റാണ്. സെറ്റ് ചേഞ്ച്. ഫുള്ളി പ്ലാൻഡ്. വെരി ബ്രില്യന്റ്. ദേവസേനെ പിടിക്ക്. വീരൽ 5. ആ അവിടെ എന്തോ ഒരു സൗണ്ട്. 2 സൗണ്ട് കേട്ടു സാറേ. എന്തോ ക്യാമറമാന്റെ കണ്ണി കൊണ്ട് കാണും. ഒന്ന് ഡയറക്ടറിന്റെ നെഞ്ചത്തിരിപ്പുണ്ട്, ഉറപ്പാണ്. ഒരെണ്ണം ഗ്രൂമർമാർ എല്ലാവരും കൂടെ ഷെയർ ഇട്ട് ആ എടുത്തോ, നല്ലതാണ്. വേണ്ട വേണ്ട സർ, താങ്ക് യു ഡയാൻ. ചാൻസ് ഷുവർ. എന്താ അമ്പിളിക്കുട്ടി കാണിക്കുന്നത്? അത് സംഭവിച്ചു സാറേ. ഇനി വേറെ എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാറുണ്ടോ? വേണ്ട, ഒന്നും ഉന്നയിച്ച് കാണിക്കാല്ലോ. മതിയല്ലോ. ഇല്ലല്ലോ. അപ്പൊ അമ്പിളിക്കുട്ടിന്റെ ഈ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആ. ബാക്കിയെല്ലാം ഞാൻ ഫിക്സ് ചെയ്തോളാം. ഡേറ്റ് ഞാൻ അറിയിക്കാം കേട്ടോ. പിന്നെ സാറേ, എന്റെ ഇതെന്താന്ന് പറഞ്ഞില്ല.
പറഞ്ഞു തരാം അമ്പിളിക്കുട്ടൻ. സീൻ പറഞ്ഞ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരത്തിന് പുറകിലുള്ള അടുക്കള വശത്ത് അമ്പിളിക്കുട്ടൻ കിടന്ന് ഉറങ്ങുകയാണ്. ഉറങ്ങുന്നു. അപ്പൊ ഞാൻ ഡയലോഗ് പറയട്ടെ. ഉറങ്ങുന്ന ഡെലിവറി കൊടുക്കാൻ പറ്റും. ഒരു കൂർക്കോങ്കിലും വലിച്ചോട്ട്. കൂർക്കം വലിച്ചു. എന്റെ ഒറ്റ കൂർക്കത്തെ ഓസ്കാർ മേടിക്കുന്നു. അതെ. അപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് വിശന്ന് കിടക്കുന്ന പട്ടിണി കിടക്കുന്ന ഒരു കടുവ കാട്ടിൽ നിന്ന് ഇറങ്ങി അമ്പിളിക്കുണ്ട് അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ആ കടുവ അമ്പിളിക്കുണ്ടെ കടിച്ച് കീറി ഇല്ലാതാക്കി കൊല്ലുന്നു. അതാണ് സീൻ. അമ്പിളിക്കുണ്ടെ ചെയ്യാൻ പറ്റൂ. എനിക്ക് മനസ്സിലായി. എന്താണ്? ഈ കടുവയും VFX അല്ലേ? അതാണ് മറ്റൊരു ട്വിസ്റ്റ്. അത് പറ. എന്റെ ഈ സിനിമയിൽ എല്ലാ മൃഗങ്ങളും VFX ആണ്. പക്ഷേ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കടുവ മാത്രമാണ് ഒറിജിനൽ. മാത്രം ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തു അമ്പിളിക്കുട്ടൻ. സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഈ പടത്തിന്റെ പേരെന്തോ സാറേ? ബാഹുബലി 3. എന്റെ പൊന്ന് സാറേ, ആ പേരൊക്കെ മാറ്റ്. പിന്നെ എന്തോ ഇടണം? അമ്പിളിക്കുട്ടന്റെ ബാഹുബലി എന്നാക്ക്. ഓക്കെ. ചേച്ചി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും യക്ഷികളായിട്ട് അഭിനയിക്കാൻ ഒരു പടത്തിൽ ചാൻസ് കിട്ടി. അത് പ്രൊഡ്യൂസർക്ക് ലാഭമാണ്. മേക്കപ്പ് വേണ്ട. പെർഫെക്റ്റ് കാസ്റ്റിംഗ്. ചേച്ചി, ഈ ഡയറക്ടറും ടീമും ഇങ്ങോട്ട് വരാൻ പോവാണ് അല്ലേ? അതെ. പക്ഷെ നമ്മളെ കാണാനല്ല വരുന്നത്. ചേച്ചി, ഇപ്രാവശ്യേ അവര് നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും, പക്ഷെ പേടിപ്പിക്കും. ചേച്ചി, അതേ ഹൊറർ മൂഡിൽ ആ ബാറ്ററി ഒന്ന് ഓൺ ചെയ്യോ? ജീവിക്കുന്നു യക്ഷികളായിട്ട്. ബാറ്ററി ഓൺ, ബാക്കി നീ ബാറ്ററി ഓൺ ആയിരിക്കണം. നിങ്ങൾ മര്യാദയ്ക്ക് നന്നായിട്ട് ചിരിച്ച് ബാറ്ററി ചാർജ് ചെയ്യണം. നമുക്ക് വിളിച്ചാലോ അവരെ? ലെറ്റ്സ് വെൽക്കം ഷജീർ, വിഷ്ണുപ്രിയ ആൻഡ് സുബിൻ. സാറേ, നമ്മൾ 2 ആഴ്ചയായിട്ട് ഈ മാനയുടെ ചുറ്റും കിടന്ന് കറങ്ങാണ്. ഇതെന്താ നമ്മൾ വന്നെന്ന് പറഞ്ഞില്ല? ഞാൻ പറയാടാ. ഇതന്നെയാണ് 2 ആഴ്ച പറഞ്ഞോണ്ടിരിക്കുന്നത്. പറയാടാ ഇത് പറയണില്ലല്ലോ. എടാ ഞാൻ ആരാ? സാറ് പ്രൊഡ്യൂസർ. താനാരാ? സാറ് ചെയ്ത സിനിമയുടെ സംവിധായകൻ. നമ്മുടെ ക്യാരക്ടർ രജിസ്റ്റർ ആയ രജിസ്റ്റർ ആക്കി നമ്മൾ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ 14 ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തത്. ആ പടങ്ങൾ മൊത്തം പൊളിച്ചത് നിന്റെ സംവിധാനത്തിലാണ്. സാർ അങ്ങനെ പറയല്ലേ. ഇവിടെ കോടികൾ മുടക്കിയിട്ട് ഒരുപാട് ആൾക്കാർ റോഡ് പണിയുണ്ട്. ആ റോഡൊക്കെ പൊളിഞ്ഞല്ലേ? എന്നിട്ടാണ് സാറിന്റെ മാട്ടപ്പടം. നീ തന്നെ എഴുതി, നീ തന്നെ സംവിധാനം ചെയ്ത പടമല്ലേ അത്? സാർ അങ്ങനെ പറയല്ലേ. എന്റെ സംവിധാനത്തിന്റെ എഴുത്തിന്റെ കുഴപ്പം കൊണ്ടല്ല സിനിമകൾ പൊട്ടിയത്. സാറിന്റെ അച്ഛൻ കാരണമാണ് സിനിമകൾ പൊട്ടിയത്. എടാ, മരിച്ചുപോയ എന്റെ അച്ഛന് സിനിമയായിട്ട് എന്താടാ ബന്ധം? ബന്ധമുണ്ട്. നമ്മൾ ആദ്യം സിനിമ തുടങ്ങുമ്പോൾ എങ്ങനെയാണ്? സാറിന്റെ അച്ഛന്റെ ഫോട്ടോ കാണിക്കും, എന്നിട്ട് പ്രണാമം എഴുതും. ഇത് കണ്ടു കഴിഞ്ഞ ആൾക്കാർ കൂവലോട് കൂവലാണ്. അതുകൊണ്ട് സാർ ആദ്യം സാറിന്റെ അച്ഛനൊന്ന് മാറ്റി പിടിക്കണം, എന്നിട്ട് വേറെ ആളുടെ ഫോട്ടോ വെക്കും. എന്റെ പടത്തിന് വേണ്ടി എന്റെ തന്തേനെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാർ തന്തയ്ക്ക് വിളിക്കുന്നു. തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അല്ല, നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേക്കണത്? അത് സാറ് പറഞ്ഞു കുറെ നാളായിട്ട് പറയണില്ലല്ലോ. അല്ല, നമ്മൾ ഇവിടെ വന്നേക്കണ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഇനി സംവിധാനം ചെയ്യണോ? സംവിധാനം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു എച്ചീനെ ഒപ്പിച്ച് തന്നെ. ഈ 2 ആഴ്ചയായിട്ട് ഈ മനയെ കൊണ്ടിട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ വേറെ ഉദ്ദേശം ഉണ്ടെന്ന്. സാറ് വിചാരിക്കുന്ന പോലല്ല ഞാൻ. സാറേ, ഞാനല്ലേ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങിയ ഡയറക്ടറാണ് ഞാൻ. ആ ഡയറക്ടറായി എന്റെ മുമ്പിൽ സാർ എന്താ പറഞ്ഞത്? ഞാൻ യക്ഷിനെ ഒപ്പിച്ചേർന്നു. യക്ഷികൾക്കാണ് ഇപ്പൊ ഡിമാൻഡ്. ഇത് ഞാൻ ചേച്ചിനെ വിളിച്ചു പറയും. ഇത് ഞാൻ ചേച്ചിനെ വിളിക്കും. അപ്പൊ നീയാണ് എന്റെ പെണ്ണുമ്പിള്ളേനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ആളല്ലേ? അയ്യ, അങ്ങനല്ല. ഇപ്പൊ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിനെ വിളിച്ച് പറയുന്നു. ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ ഉദ്ദേശങ്ങളൊക്കെ എനിക്ക് നിനക്കറിയാമോ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യക്ഷികളെ വെച്ച് പടം പിടിക്കലാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എവിടെന്നെങ്കിലും ഒരു യക്ഷീനെ ഒപ്പിക്കണു, നിന്റെ കഥ യക്ഷിയോട് പറയുന്നു, പറ്റൂ ഇന്ന് നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്നു. അത് മലയാള സിനിമയിൽ യക്ഷികളെ വെച്ച് പടം പിടിച്ചു കഴിഞ്ഞാൽ വിജയിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പറയുമ്പോൾ എത്ര പടങ്ങളെ വിജയിക്കുന്നത്? നമ്മുടെ ആകാശഗംഗ വിജയിച്ചില്ലേ? ഇന്ദ്രിയം വിജയിച്ചില്ലേ? വിജയിച്ചു. എന്തിനു പറയുന്നത്? ലോക സിനിമ വരെ ഗംഭീര വിജയായി. അങ്ങനെയാണെങ്കിൽ സാറേ, ഒരു ഉഗ്രൻ പ്രേതത്തിന്റെ സബ്ജക്ട് എന്റെ കയ്യിലുണ്ട്. കോൺഫിഡന്റ് ആണ്? അതെ. എന്നാ നമുക്ക് നാളെ തന്നെ പടം എടുക്കാം. നാളല്ല, 2 മാസം കണ്ടു തുടങ്ങിയാൽ മതി. അതെന്താ താൻ കോൺഫിഡന്റ് ആന്ന് പറഞ്ഞിട്ട്? അല്ല, എന്നാലും ഒരു ചെറിയൊരു ശ്രമിക്കാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും അല്ലടോ വേണ്ടത്. നമുക്ക് സിനിമ പിടിക്കണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെന്നെങ്കിലും ഒരു യക്ഷിനെ സംഘടിപ്പിക്കണം. യക്ഷിനെ എങ്ങനെ സംഘടിപ്പിക്കണം സാർ ഈ പറയണത്? ആണി ഊരണം.
പിന്നെ ആണിയൂരിയ യക്ഷ്യല്ല ആണിയൂരിയ കലണ്ടറാണ് പോറുന്നത് അറിയാവോ? ഏതോ കാട്ടിലാണി ഉരണം. കാട്ടിലൊക്കെ എവിടെ സാർ ആണി കൊണ്ട് വെച്ചേക്കണത്? ആണി അപ്പൊ എന്ത് പെട്ടെന്നാണ് സാറിന് ആണി കണ്ടുപിടിച്ചത്? നിന്റെ പടം പോലെ ലാഗല്ല ഞാൻ. പെട്ടെന്ന് തന്നെ ആണി ഉരണം, യക്ഷി വന്ന ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കണം. പടപടപടേ എന്ന് ഓണ കാര്യങ്ങള്. ആണോ? എന്നായാലും ഞാൻ ആണി ഊരാൻ പോവാ. സാർ ആണിയൂരല്ലട്ടാ. ആണിയൂരും ഞാൻ. ആണിയൂരല്ലേ? ആണിയൂരും. ആണിയൂരി കഴിഞ്ഞാൽ യക്ഷി വരുമെന്ന്. യക്ഷി വന്നിട്ടാണ് എന്റെ ഒരു പ്രതീക്ഷയുള്ളത് എന്റെ പൊന്നു മോനെ. അയ്യോ അയ്യോ സിഗരറ്റ് വലിക്കണ മരം, സിഗരറ്റ് വലിക്കണ മരം, സിഗരറ്റ് വലിക്കണ മരം. സിഗരറ്റ് വലിക്കണ മരം അല്ലാതെ യക്ഷി വന്ന ആറ്റിറ്റ്യൂഡ് അല്ലാതെ. യക്ഷി വരുന്നതാണോ? പുക മാത്രമേ വന്നുള്ളൂ, യക്ഷി വന്നില്ല. ആണ്ട്രാ വേറെ രസമുള്ള ഒരു പെണ്ണ് വന്നടാ. പൊതിഞ്ഞെടുത്തോ ചായ മുക്കി തിന്നാ. രസമുള്ള ഒരു പണ്ണ് വരണം. രസമുള്ള പണ്ണല്ല, അതൊരു പെണ്ണ് വന്ന്. നോക്കട്ടെ. ദേ സാറേ, തൊണ്ട വരണ്ടിരിക്കായിരുന്നു. ദേ കയ്യിൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടാണ് വരുന്നത്. വെള്ളം മേടിച്ച് കുടിക്കാൻ. ചേച്ചിയെ ഇച്ചിരി വെള്ളം തരാവാ? പിന്നെന്താ കുടിച്ചോ? ദേ വെള്ളം ചോദിച്ച മാതാളത്തിന്റെ ജ്യൂസ് തന്നേക്കണ്. മാതളത്തിന്റെ ജ്യൂസ് അല്ല, മന്മഥന്റെ ജ്യൂസാ. മന്മഥന്റെ ജ്യൂസാ? എന്നെ തളക്കമ്മന്ന മന്മഥനെ തലയടിച്ച് പൊളിച്ച ചോരെടുത്ത് പിഴിഞ്ഞ് ജ്യൂസാക്കിയതാ. തലടിച്ചു. അയ്യോ 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 നോക്കി നിൽക്കാണ്ട് റെക്കോർഡ് കിട്ടില്ല ബീജിയാണ്. തുടക്കത്തിലെ ചിരി കണ്ട് ചിരിക്കണ്ട. ഒരുപാട് സാധനങ്ങൾ വരാണ്ട്, അതൊക്കെ കണ്ടിട്ട് ചിരിച്ചാ മതി കേട്ടാ. ഇതെന്തിനാണ് ഇങ്ങനെ കിടന്ന് ചിരിക്കണത്? പിന്നെ ഞങ്ങൾ യക്ഷിയുടെ ചിരിക്കാണ്ട് പിന്നെ എന്ത് ചെയ്യണം? യക്ഷിയാണോ? നിങ്ങളിപ്പോ വലിച്ചൂരി ആണില്ലേ, അതിന്ന് വന്ന യക്ഷിയാണ് ഞാൻ. എന്റെ പൊന്നെ യക്ഷി. ആദ്യമായിട്ടാണ് യക്ഷിനെ കണ്ടിട്ട് ഇത്ര സന്തോഷം തോന്നുന്നത്. അതെ സന്തോഷിക്കാൻ വരട്ടാ. ഇത് യക്ഷൊന്നല്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നൈറ്റ് ഇട്ട യക്ഷിനൊക്കെ? എടോ ഞങ്ങൾ യക്ഷികളെ എപ്പോഴാ പുറത്തിറങ്ങണ? നൈറ്റ് ആണോ? നൈറ്റ് ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ് നൈറ്റ് ആണ്. അത് മാത്രല്ല ഞങ്ങൾക്ക് ഈ പനിയെ കയറുമ്പോഴേ നൈറ്റ് ഇങ്ങനെ പൊക്കിക്കൊത്തിരി ഞാൻ ഉറപ്പിച്ച് പറയുന്നത് യക്ഷിയല്ല. ഇനി യക്ഷിയാണോ തെളിയിക്കാൻ എന്റെ കയ്യിൽ വേറൊരു വഴിയുണ്ട്. എന്താണ്? ആ നൈറ്റ് ഒന്ന് പൊക്കാവോ? അയ്യ അങ്ങനല്ല. സാധാരണ യക്ഷികൾ ഉണ്ടല്ലോ നിലത്ത് കാലിറക്കാണ്ടാണ് നിൽക്കുക. അതറിയാൻ വേണ്ടിട്ടാണ്. അതെ ഞങ്ങൾ പനയുടെ പൊക്കത്തിരുന്ന് വെള്ളാടി അല്ല പരിപാടി, കാലിറക്കാണ്ടിരിക്കാനായിട്ട്. ഇതൊക്കെ ചോദിക്കാൻ താനാടോ? ഞാൻ മലയാള സിനിമയിലെ അറിയപ്പെടുന്ന ഒരു സംവിധായകനാണ്. പേര് ഡെൽഡ. അത് മറ്റേ ബിരിയാണി ഇടുന്ന സാധനമല്ലേ? അത് ഡാൽഡ, ഇത് ഡെൽറ്റ. ഞാൻ മലയാള സിനിമയിലെ അയ്യോ അമ്മ അച്ഛാ ഒരു പ്രൊഡ്യൂസറാണ്. വേദനിക്കുന്ന ഒരു കോടീശ്വരനാണെന്ന് പറഞ്ഞതാണ്. അയ്യോ അമ്മ പത്തോ എന്ന് പറഞ്ഞത്. പേര് ഉമ്മറൻ കോശി. അപ്പൊ പിന്നമ്പറോ? അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നാ? സംഭവം വേറൊന്നല്ല. ഞങ്ങൾ പുതിയൊരു സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ സിനിമയിൽ ഞങ്ങൾക്കൊരു യക്ഷിയെ വേണം. യക്ഷിയെ കണ്ടെത്താൻ വേണ്ടി വന്നതാണ്. അയ്യോ സിനിമക്കാരാണ്. എനിക്ക് വിശ്വാസമായില്ലട്ടാ. ഞങ്ങൾക്കും വിശ്വാസമായിട്ടില്ലെന്നേ. പറഞ്ഞോട്ടെ, ഇതിനു മുമ്പ് 2 സിനിമാക്കാർ ഇതുവഴി വന്നായിരുന്നു. അവന്മാര് എന്റെ മനയുടെ ഫ്രണ്ടിൽ കൂടി പോയിട്ടെ ആ നീലിയുടെ മനയെ പോയി കേറി. നീലി മറ്റേ കല്യാൺകാട്ട് നീലി. അത് തന്നെ. ലോകയിലൊക്കെ അഭിനയിച്ച. സത്യം പറയാല അതെനിക്ക് വെച്ച വേഷൂര് അവളത് തട്ടിയെടുത്തതാണ്. അയ്യോ ഇപ്പൊ ആ സിനിമ ഒന്ന് ഹിറ്റായപ്പോ ജാട ഒന്ന് കാണണം. പണ്ട് എന്റെ ഒപ്പം പനയുടെ ഒക്കെ തിരുന്നവളാണ്. ഇപ്പതേ കാരവാനിലെ അതൊക്കെ പോട്ടെ. ഓ നെഗറ്റീവ് ബ്ലഡ് അവള് കൂച്ചോള്. ഒരു ഗതി കെട്ടിരുന്ന സമയത്തെ കൊതികിനെ തല്ലിക്കൊന്ന് ചോര കുടിച്ചോളാം. അതെ ഞാൻ കാര്യം പറയട്ടെ. ഈ യക്ഷികൾക്കിടയിലുണ്ട് കുശുമ്പും കുന്നായ്മയ്ക്കുള്ള ആൾക്കാർ. ഈഗ ക്ലാസ്സിലത്തെ പെമ്പിള്ളേരുണ്ടാടോ? നമുക്ക് ഈ യക്ഷി മതി. നമുക്ക് അഡ്വാൻസ് കൊടുക്ക്. സാർ എന്ത് വർത്താനം പറഞ്ഞു? ഇപ്പോഴും ഞാൻ പറയണത് യക്ഷിയല്ലെന്ന്. യക്ഷിയാണത്. നിനക്ക് നീലിനെ കണ്ട മാത്രമേ യക്ഷിയായിട്ട് തോന്നുള്ളൂ. എന്റെ കണ്ട നിനക്ക് യക്ഷിയായിട്ട് തോന്നുള്ളടാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ട് യക്ഷിയല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച റൂട്ട് യക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അയ്യോ എന്റെ പെണ്ണുമ്പള, ഈ റൂട്ടുള്ള യക്ഷിയാണ് നമുക്ക് വേണ്ടത്. ഈ റൂട്ട് മതി. അത് ഞാൻ സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളാണല്ലോ യക്ഷിയുടെ ബാല്യക്കാരി. യക്ഷിനെ ഞാൻ വിളിക്കാം. അതെ യക്ഷിയെ കാണണമെന്ന് പറഞ്ഞ ആരോ ഉമ്മറത്ത് വന്ന് നിക്കണുണ്ട്. ഒന്ന് ഇത്തടം വരെ വരിക. സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാലേട്ടനെയും രജനീകാന്തിനും വെച്ചിട്ട് ഒരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്താലോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇതും പിടിച്ച് അഡ്വാൻസ് ആയിരിക്കുമല്ലേ? ചെക്ക് വേണ്ട കേട്ടോ. പൊന്നു സുഹൃത്തുക്കളെ, ഇത് മാത്രമാണ് എന്റെ ഉള്ളത്. ഇത് അടിപൊളി എടുത്തിട്ട് വള്ളി എനിക്ക് താട്ട് ഞാനിവിടെ കെട്ടി തൂങ്ങി തട്ടോളാം. അതെല്ലാം കുറച്ച് മുടക്കിയാൽ മതി. കുറച്ച് മുടക്കാനായിട്ട് താനിത് മടക്കി അകത്തേക്ക് വെച്ച് എന്നിട്ട് പെട്ടി ഇവിടെ വെക്ക്. അതിന്റെ പെട്ടിയോട് മാറ്റി വെക്കണം. നിന്റെ പടം ഈ പെട്ടിക്കകത്ത് തന്നെ ഇരുന്നോട്ടെ. അതല്ല സാറേ, ഞാൻ വേറെ കാര്യം പറയാം. ആ പടം വേണ്ട.
എന്താണ് ഇവിടെ കാണിച്ചപ്പോ ഇവിടെ തീ വാങ്ങണു, ഇവിടെ കാണിച്ചപ്പോ ഇവിടെ തീ വാങ്ങണു. അത് ഇവിടെ കാണിച്ചപ്പോ വന്ന തീയല്ല, അത് അവിടെ കണ്ട അറേബ്യൻ മന്തിക്കടയാണ്. അവിടെ ആരോ അൽഫാം ചുട്ടപ്പോ വന്ന തീ അല്ല, അല്ല ഇത്. അല്ല എന്നെ ആദ്യമായിട്ട് സിനിമയിൽ വിളിക്കാൻ വന്ന ആൾക്കാരല്ലേ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കഴിക്കാൻ എന്താ ഇവിടെ ഉള്ളത്? നല്ല ചൂട് ചോര, നല്ല ഞരമ്പ് തോരനുണ്ട്. അല്ല തിന്ന്, എനിക്ക് വേണ്ട. ഇത്തിരി എടുക്ക്, ഞാൻ കുരുമുളക് ഇട്ട് വറ്റിച്ചു വെച്ചതാ. അത് പിന്നെ ഒരു കാര്യം ചെയ്യാം, ബീപോസി ബ്ലഡ് എടുക്കാം. അതെങ്ങനെ ഒഴിച്ചങ്ങനെ കുടിച്ചാ മതി. വലിച്ചു കുടിയടാ, തരട്ടടാ. പിന്നെ വേണ്ടത് അന്ന് പിന്നെ എടുക്കട്ടെ. ആ നല്ല ഓ പോസിറ്റീവ് ബ്ലഡ്, അതില് 2 ഐസ് ക്യൂബ് ഇട്ടിട്ട് ഒരു 9 അടിച്ചാലല്ല കിട്ടില്ല. ചോറാന്ന് പറയുമ്പോ എനിക്ക് തല ഇറങ്ങും, എനിക്ക് വേണ്ടടി. ചോര കണ്ട തല ഇറങ്ങുന്ന ആ നിങ്ങളാണ് യക്ഷിപ്പടം പിടിക്കാൻ വേണ്ടി പോകുന്നത്. തല കറങ്ങിയാലും വേണ്ടി യക്ഷിയുടെ പടം പിടിച്ച് എനിക്ക് വിജയിക്കണം. അങ്ങനെ വിജയിപ്പിക്കാനായിട്ടില്ല. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ യക്ഷിയല്ല, അങ്ങനെ ഫിക്സ് ചെയ്യാനും പറ്റൂല. ഇതിനെന്തെങ്കിലും കഴിവുണ്ടോ നോക്കണം. കഴിവുണ്ടോ നോക്കി നമ്മൾ അഭിനയിപ്പിക്കാൻ വിളിച്ചാൽ മതി. എന്താണ്? ഞങ്ങളുടെ നാട്ടിലെ ഞാനാണ് കലോത്സവത്തിനൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കും. കലോത്സവം അല്ലല്ലോ, കലോത്സവം അല്ലേ? അയ്യോ, നിങ്ങളുടെ നാട്ടിലാണ് കലോത്സവം, ഞങ്ങളുടെ നാട്ടിൽ കൊല്ലോത്സവം. എന്താണ് ഐറ്റം? നാടൻ പാട്ടാണ്. 2 ഗ്ലാസ് എനിക്ക് വേണം. നാടൻ പാറ്റല്ല, നാടൻ നാടൻപാട്ട് വേണ്ട, നാടൻപാട്ട് വേണ്ട. എന്നാ നാടൻ നൃത്തായാലോ? നാടോടി നൃത്തം കളിക്കും. ഇപ്പൊ ശരിയാക്കാം. എനിക്ക് ഇഷ്ടമുള്ളത് മലയക്ഷി, ഞാൻ മലയക്ഷി, നാടുതാനി കുളത്തിലെ മലയക്ഷി, മുളങ്കുഴലിൽ ചോരമായി മലനാടൻ നഖവുമായി മലകടന്നു വന്നതാണി മലയക്ഷി. മലയക്ഷി, മലയക്ഷി, ഒരു തുള്ളി ചോരയ്ക്കായി, ഒരു സെന്റ് ഭൂമിക്കായി കേഴുന്നു രക്ഷി. മലയക്ഷി, മലയക്ഷി, ഞാൻ മലയക്ഷി. ഇത്രയും വലിയ കാടുണ്ടായിട്ട് 1 സെന്റ് ഭൂമിക്ക് വേണ്ടി തേടുന്ന മലയക്ഷി കൂടെ ഒരു മലഭൂതം. എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഈ യക്ഷിനെ ഇഷ്ടപ്പെട്ടു. നമുക്ക് അഡ്വാൻസ് എടുത്ത് പരിപാടി ബുക്ക് ചെയ്യാം. ഫിക്സ് ചെയ്യുന്ന ഉറപ്പാണ് നിങ്ങൾ? ഓക്കെ, ഞാൻ ഫിക്സ് ചെയ്ത്. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. ഇനി മാറ്റമില്ല. ഇനി മാറ്റമില്ല. സംഭവം പെർഫോമൻസ് ഉള്ള കൊച്ചാണ്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അതെ, അപ്പൊ തന്നെ ഞങ്ങൾ സിനിമയിലെടുത്തു. ഈ സിനിമയിലെടുത്ത് അഭിനയിക്കണം. പിന്നെ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങൾ പറയുന്ന പോലെ അഭിനയിക്കേണ്ടി വരും. അത് ചെയ്യാ. അപ്പൊ പിന്നെ സെറ്റ്. കടവിഴിയിൽ കമലദളം, കവിളിണയിൽ സിന്ദൂരം. ഇതെന്നെ കാണിക്കണത്? ആരാടാ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ? നടന്നിട്ടെന്നാൽ പുല്ലരി മഴ. ആഹാ, ഏതോ ഉത്സവ പറമ്പില് സ്കിറ്റ് കളിച്ചോണ്ടിരിക്കുന്നു. ഈ ശാന്തി ഇവിടെ വടി. ഇന്നലെ ഞാൻ ഇത്തിരി ചാളക്കറി ചോദിച്ചപ്പോ നീ എന്താടി എന്നോട് പറഞ്ഞത്? എനിക്ക് സൗകര്യമില്ല മനസ്സിലായി. നിന്റെ ഒരു പാട്ടിയാല അതിട്ട് നീ നാട്ടിയാല് എന്ത്? ഞാനൊരു കാര്യം പറയാം, എന്റെ മനസ്സിൽ നിങ്ങൾ എല്ലാവരും കേൾക്കണം. എന്നോട് ഒരു കടക്കാരൻ വന്ന സംശയം, ഒരു പാത്രക്കാരൻ വന്ന സംശയം, പറയുന്ന റോട്ടിക്കുള്ള മനുഷ്യൻ പോയാൽ മതി. ഈ മനുഷ്യക്ക് സംശയമാണ്. ഇവക്ക് അവനുമായിട്ട് വരെ ഉണ്ടാവും. ഇവളെ ചീത്തയാക്കണവളമാരെ ഞാൻ കണ്ടായിരുന്നു. തൊഴിലുറപ്പി വരുമ്പോ എന്താണ് ഇവളുമാരുടെ നാക്ക് അവക്ക് മിണ്ടാൻ പേടില്ല. ഞാനൊരു കാര്യം പറയാം. ഇതുപോലെ എന്റെ ജീവിതം അവൻ ജീവിത പങ്കാളിയല്ല, ജീവിക്കാൻ വേണ്ടി വന്ന യാതോ ഒരു ബംഗാളി. നീ വല്ലവന്റെ കൂടെ പോടി. എന്നാ പൊടി. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായ ഫ്രഷ് കുടിയൻ സ്കിറ്റിന് ശേഷം ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഫ്ലൈറ്റ് സ്കിറ്റ്. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിനകത്ത് സെറ്റ് എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ കിടന്ന് കാട്ടിക്കൂടുന്ന അറിയാവോ? എന്തായിരുന്നു ഇവിടെ? എനിക്കൊരു ചെറിയ സംശയം. നിങ്ങൾ പ്രൊഡ്യൂസർ തന്നെയാണോ? ഞാൻ പ്രൊഡ്യൂസർ. ഞാനൊരു കാര്യം പറയട്ടെ, അത് ചത്തുപോയ പ്രേതാന്നാണെങ്കിലും പറയാം. എന്തായാലും ഇവിടെ മതി, ഇവിടെ നമ്മൾ എഗ്രിമെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉഗ്രം പെർഫോമൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനകത്ത് നായികയായിട്ട് വെക്കും. മനസ്സിലായ? ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അതെ, അപ്പൊ പടത്തിൽ ഞങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു.
അപ്പൊ ഇനി ഒന്നുമില്ല, എഗ്രിമെന്റ് ചെയ്യണം. ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്യണം. സൈൻ ചെയ്താ പോരെ? സൈൻ ചെയ്യണ്ടേ? സൈൻ ചെയ്യാന്ന് പറഞ്ഞു, ഷേവ് ചെയ്യാനല്ല പറഞ്ഞു. അല്ല ഞങ്ങള് നിങ്ങളൊക്കെ ഇനി പേപ്പറിൽ സൈൻ ചെയ്യണം. ഞങ്ങളുടെ സൈൻ എങ്ങനെ ഈ ഞരമ്പ് ഇങ്ങനെ വലിച്ച് പൊട്ടി ചോര കുടിക്കണം. സാറേ ഇത് പറഞ്ഞേട്ടാ, എന്റെ കഴുത്തേക്ക് അടിക്കാൻ വേണ്ടി വരികയാണ്. ഞാൻ പറഞ്ഞില്ലടാ, യക്ഷിയെ വെച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ മലയാള സിനിമ രക്ഷപ്പെടും. സാറ് ഞാൻ ചത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഈ ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാള സിനിമ രക്ഷപ്പെടും. കൊച്ചെ സൈൻ ചെയ്യാ. ഞാനുള്ളതുകൊണ്ട് എന്റെ പിള്ളേരെ അവിടെ പേടിച്ചില്ല. ഒരു ശക്തിയായിട്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അല്ലാണ്ട് നോക്കുമായിരുന്നെങ്കിൽ നല്ലൊരു ഹൊറർ ടച്ച് ഉള്ള ഒരു കോമഡി സ്കിറ്റ് നമ്മൾ കണ്ടു. എന്ത് പറയുന്നു? ശരിയാണ്, ഒരു രക്ഷയുള്ളപ്പോ വേറെ രക്ഷ പേടിക്കണ്ടല്ലോ. ഓ, നിന്റെ ആ കൗണ്ടർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കൗണ്ടർ ആയിരുന്നു. യെസ് ശ്വേത ചേച്ചി. പക്ഷെ ഇത് ആരുടെ കൈയായിരുന്നു അതാണ് എനിക്ക് അറിയേണ്ടത്. ഇതിന്റെ പിന്നിലെ കൈ ജഡ്ജി പേടിച്ചു. പിന്നിലെ കൈയല്ല, മോളിലെ കൈ. ആ, ഈ കൈയിന്റെ പിന്നിൽ ആരുടെ കൈയാണ്? ഷജീർ, ആ വന്ന രണ്ട് കൈകൾ ആ തലയിലെ ആ ബുദ്ധി 75 വേണ്ടിട്ടല്ല മത്സരിക്കാൻ വന്നത്, ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, നമ്മൾ പറയില്ലേ ഹൊറർ കോമഡി എന്ന് പറഞ്ഞാല് ആരും പ്രതീക്ഷിക്കില്ല. കോമഡി ഷോയിൽ ഒരു ഹൊറർ കോൺസെപ്റ്റ്, അത് നല്ലൊരു ഇതായിരുന്നു. നന്നായി ചെയ്തു. സുബിൻ ചേട്ടന്റെ പെർഫോമൻസ്. അത് പറഞ്ഞപ്പോഴാണ് സുബിൻ ചേട്ടൻ നല്ല അസാധ്യമായിട്ട് മിമിക്രി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല സുബിൻ ചേട്ടാ, ഞാൻ ഇവിടുന്ന് ഒരു കാര്യം അറിഞ്ഞു. ക്യാപ്റ്റൻ രാജു സാറിന് വോയിസ് കൊടുത്തിട്ടുണ്ട്, ഒരു സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് സുബിൻ ചേട്ടൻ എന്ന് പറഞ്ഞല്ലേ. അത് ഏതായിരുന്നു ആ സിനിമ? അത് വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞ സിനിമ. ക്യാപ്റ്റൻ രാജു അങ്കിളുടെ ലാസ്റ്റ് പടം അല്ലേ? അപ്പൊ എത്ര സീൻസ് ആണ് അതിൽ ഡബ് ചെയ്തേ? അതിലൊരു 6ഓളം സീൻ ഉണ്ടായിരുന്നു സിനിമയ്ക്ക് വേണ്ടി ഡബ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അവസരത്തില് സുബിൻ ചേട്ടനോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാം, ക്യാപ്റ്റൻ രാജു സാറിന്റെ സൗണ്ട് നമുക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? കേൾക്കാം, നമുക്ക് ചെയ്തു നോക്കാം. 20 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ജനം പിടിച്ച് നിന്നെ ഇങ്ങോട്ട് ഡോക്ടറെ കാണാനെങ്കിയതാണ് നിന്റെ ഈ ബാബ. അതിനുശേഷം നിങ്ങളെ തേടാത്ത നാടുകളില്ല, നിങ്ങൾക്കായി കാത്തിരിക്കാത്ത നാടുകളില്ല. അതേ മുന്നെയാണോ പടച്ചോനെ നീ കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്? യാ റബ്ബേ, നീ വലിയവന, ഏറ്റവും വലിയവൻ. സൂപ്പർ. ഇതൊക്കെ പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ മനസ്സിൽ എന്താണെന്നറിയോ? ബാറ്ററി കാണിക്കല് ആണോ? എന്താണ് ബാറ്ററി കാണണോ? കാണിച്ചു കൊടുക്കല്ലേ മക്കളെ? കാണിച്ചു കൊടുക്കട്ടെ. ബാറ്ററി ആണോ? പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ഇവരുടെ മുഖത്തെ ടെൻഷൻ ഞാനേ കണ്ടുള്ളൂ. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. സൂപ്പർ. അപ്പൊ എന്തായാലും 40,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ശ്വേത ചേച്ചി ട്രാൻസ്ഫർ ചെയ്തോളൂ. യെസ്, ദാ എങ്ങനെ തുടങ്ങിയ ഞാനാ നല്ല സൗണ്ടിൽ തുടങ്ങി, ഇപ്പൊ അവസാനം കാറ്റ് മാത്രമായി. ചിരിച്ചിരിച്ച് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് വൻ വൈബിങ് അല്ലായിരുന്നു. നിങ്ങക്ക് അവിടെ ഭക്ഷണമൊക്കെ കിട്ടി. അല്ല, എനിക്ക് കൊതിയേറിയതാണത്. ഇവരിടയിൽ ആഹാരം കഴിച്ചപ്പോ വന്ന് നിന്നില്ലേ? ഒരു ഡേറ്റ് ഒക്കെ ആവുമ്പോ ഒരു സമാധാനം തന്നെ. നല്ല പ്രാക്ക് പ്രാവിയല്ലേ? അവളെ ശബ്ദം വരെ പോയി. നിങ്ങൾ ഇങ്ങനെ പുള്ളിയിൽ ഇറങ്ങി വന്നത് കണ്ടാ? ഇതൊരു വിളക്കുമരം ക്യാൻഡിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇച്ചിരി സമാധാനം. പാട്ട് പാടിപ്പിക്കും ഞാൻ. ഇല്ല, വേണ്ട വേണ്ട. എന്നാ നമുക്ക് ഒരു എഗ്രിമെന്റിൽ പോവാം. എനിവേസ് വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ. കാരണം സാബു ചേട്ടൻ ഇവിടെ വന്നു, പുതിയ ഡിഷസ് നമുക്ക് കിട്ടി. ഇനി ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പുതിയ ഡിഷസ് ആയി, സ്വീറ്റ്സ് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസ്, കൊതിപ്പിക്കുന്ന ടൈപ്പിലുള്ള വീഡിയോസ് ആണ് തരാറുള്ളത്. അപ്പൊ ഇനിയും ഹണ്ടിങ് തുടരണം. ഞാൻ ആലോചിക്കുന്നേ, എത്ര ഈ ഡയറ്റ് ചെയ്ത ആൾക്കാരെ പ്രാക്ക് കിട്ടിക്കാണ് നിങ്ങൾക്ക് അല്ലേ? ഡയറ്റൊക്കെ ചെയ്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് വെറുതെ മൊബൈൽ എടുത്തൊരു ഇങ്ങനെ വന്ന് വീഴും. അപ്പൊ കഴിക്കാൻ തോന്നൂലേ? വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരും വിളിച്ചിട്ടുണ്ടോ? അല്ല, അതിനേക്കാൾ രസം തരുമോ? ചിലര് മെസ്സേജ് അയക്കും, ചേട്ടാ ഞാൻ ഒന്ന് അൺഫോളോ ചെയ്യുന്നുണ്ട്, ഒന്നും വിചാരിക്കലേ ഞാൻ ഡയറ്റ് തുടങ്ങാൻ പോവാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാ. ഞാനും ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്ന ആൾക്കാരാ. ഞാൻ നിങ്ങളെ ഹൈഡ് ചെയ്തേക്കുക. എനിക്ക് കാണാൻ പറ്റില്ല ചേട്ടാ. നമ്മൾ ചില സമയത്ത് എവിടെ സാബുചേട്ടന്റെ വേറെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ചിലപ്പോൾ നമുക്ക് എവിടെ പോയി കഴിക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോഴും ഈ പറയുന്ന സാബുചേട്ടന്റെ പേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി ഇന്ന സ്ഥലത്ത് പോകാം. ഏത് സ്ഥലത്ത് എത്തിയാലും അങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. എനിവേസ് വി ആർ സോ ഹാപ്പി ടു ഹാവ് യു. താങ്ക് യു. ഹാവ്
കഴിക്കാനും അല്ലാണ്ട് സൗജന്യം ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയാണ് എന്റെ ഐറ്റം വരാൻ പോകുന്നത്. ഇത്രയും നേരം ഞാൻ എന്റെ പിള്ളേരുടെ കൂടെ അവിടെ ഇരുന്നു. എന്റെ പിള്ളേർക്ക് ഇവിടെ കളിക്കാനുള്ള ഒരു അവസരം ഞാൻ കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ എന്റെ പേര് എലീല എന്നാവില്ല. ഇത്രയും മാസം അടിച്ചിട്ട് കയ്യടി മക്കളെ. അപ്പൊ എന്തായാലും ശ്രീ മുരുക കൈകൊട്ടി കളി കാണണ്ടേ നിങ്ങൾക്ക്? എല്ലാരും സീറ്റ് ബെൽറ്റ് ടിക്കറ്റ് റെഡി ആയിട്ട് നിന്നോ, കാരണം അമ്മാതിരി കിടുക്കാച്ചി പവർഫുൾ പെർഫോമൻസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ടീം മലപ്പുറം റെഡിയാണോ? ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തക്കിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വെൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹരാഹോയ്, വെൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹരാ. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടിയേന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു വള്ളിത്തേരാണേ. വേൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹരാഹോയ്, വേൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹരാ. ഈ താരകാസുരനെ വടിവേലിൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശൗര്യമടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറിച്ചെന്നാൽ അമ്പലമുണ്ടേ, തേരും തിറയുമുണ്ടേ, മുടിവട്ടം മുടിയിൽ കാട്ടുന്നു തോക്കെല്ലാം തെയ്യത്തിന്റെ ഹരിയുണ്ടേ. വെട്രിവേൽ മുരുകാ മുരുകാ, വേൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹരാഹോയ്, വേൽമുരുകാ ഹരോഹരാഹോ, വേലായുധാ ഹരോഹരാ. കിടിലൻ പെർഫോമൻസിന് ഞങ്ങളുടെ എല്ലാവരുടെ വക പ്രേക്ഷകരെ വിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം കാണാം. അതിലേക്കും ബൈ.